ദുബായിലെ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം 2020-ൽ 128 എന്ന് പറയുന്നത് ഒരു വലിയ സ്കോറല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിജയം കുറെ കൂടി എളുപ്പമായിരിക്കും. ബൗളർമാരുടെ നല്ല പ്രകടനമാണ് തുടക്കം മുതൽ നമ്മൾ കണ്ടത്. രണ്ടാമത്തെ പന്തിൽ തന്നെ ആദ്യ വിക്കറ്റ് പാകിസ്ഥാന് നഷ്ടമാകുന്ന അത്രയ്ക്ക് മികച്ച പ്രകടനം. മാത്രമല്ല മൂന്നാം വിക്കറ്റ് ഏറ്റവും നിർണായകമായിരുന്നു, അത് വീഴുന്നത് നമ്മൾ കണ്ടു. ഏഴാമത്തെ വിക്കറ്റായിട്ട് ഫർഹാൻ 40-ലധികം റൺസ് എടുത്ത് വളരെ ശക്തമായി ഉറച്ചു നിൽക്കുമ്പോഴാണ് ഫർഹാനെ പുറത്താക്കുന്നത്. ഇങ്ങനെ സ്പിന്നിങ്ങിലും അതോടൊപ്പം തന്നെ പേസിലും ഒരുപോലെ മികച്ചു നിന്നതാണ് ഇന്ത്യക്ക് 121 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിൽ പാകിസ്ഥാനെ പിടിച്ചു കെട്ടാനായത്. ഇനി തീർച്ചയായും ഇന്ത്യ ബൗളിങ്ങിൽ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിജയം വലിയ പ്രതീക്ഷ, അല്ലെങ്കിൽ വിജയം ഏതാണ്ട് ഉറപ്പിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു അത്ഭുതങ്ങളും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇന്ന് പാകിസ്ഥാനെ ഇന്ത്യ കീഴടക്കുമെന്ന് ഉറപ്പാണ്. ഇനി അതിന് കുറച്ച് സമയം മാത്രം കാത്തിരുന്നാൽ മതി. മറ്റൊന്ന് സഞ്ജുവിന്റെ കളിയാണ്. സഞ്ജുവിനെ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി ആരാധകരൊക്കെ കാത്തിരിക്കുന്നു. വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഒരു മികച്ച പ്രകടനം കൂടി നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഏതായാലും ഇന്ത്യ ഇനിയിപ്പോൾ വിജയത്തിലേക്ക് പോകുന്നു. അതിനുള്ള ആരാധകരുടെ ആവേശത്തോടു കൂടിയുള്ള കാത്തിരിപ്പ്. മാത്രമല്ല മത്സരം തുടങ്ങുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ ഒരു 1/4 ഭാഗം മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് ആകുമ്പോഴേക്കും ഇപ്പോൾ സ്റ്റേഡിയം മുഴുവനായിട്ട് ഫുൾ കപ്പാസിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ആ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നീല പടയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും അധികം ആരാധകർ അല്ലെങ്കിൽ ആരാധകരുടെ പിന്തുണ സ്റ്റേഡിയത്തിൽ നിന്നും പൂർണ്ണമായും ഇന്ത്യക്കുണ്ട്. അത് വിജയത്തിലേക്ക് ഇന്ത്യയെ നയിക്കുമെന്നാണ് പ്രതീക്ഷ. സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.